നമസ്കാരം. അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വരുന്നതിൽ നമ്മളൊരു നന്ദനയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നന്ദനയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോ ഒരു പ്രൊഫൈൽ കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പേരാണ് സംഭവം. അതായത് ഇത് തന്നെയാണ് നന്ദന എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നന്ദനയുടെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം. അവളൊരു തൃശ്ശൂരിലുള്ളവളാണ്. അക്കൗണ്ടൻസി അങ്ങനെ എന്തോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ ഡാൻസറാണ്, പിന്നെ മോഡലാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ ഞാനിപ്പോൾ അവരുടെ ഇൻസ്റ്റാ ഐഡിയിൽ ഏതാണ്ട് 92K എന്തോ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഡാൻസൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ വണ്ടടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നന്ദനെ ഇതിനകത്തോട്ട് കയറ്റി വിടുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മള് ഈ വൈൽഡ് കാർഡ്സിനെ കയറ്റുമ്പോൾ അവർക്കൊരു ഗെയിം പ്ലാൻ കൃത്യമായിട്ടുണ്ട്. ഈ വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞൊക്കെ വരുന്ന ഒരു വൈൽഡ് കാർഡിനെ കയറ്റണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട്. ഈ വൈൽഡ് കാർഡ് വന്നാൽ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയാണ്. അവരുടെ ഡയറക്റ്റ് പറയില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇന്ന ആൾ കയറി കഴിഞ്ഞാൽ ഇന്നമായിട്ട് ഒരു കോൺടാക്ട് അല്ലെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി പിടിക്കും, അല്ലെങ്കിൽ ഇവരുമായിട്ട് ഈ പറയുന്ന ഒരു ഉടക്കുണ്ടാവും. അപ്പൊ ഈ അഭിഷേക്, നമ്മൾ 2 അഭിഷേകിനെ കയറ്റി വിടുമ്പോൾ അവർ കൃത്യമായിട്ട് അറിയാം അവിടെ ചെന്ന് ഒരാൾ LGBT അഗേൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇടുന്ന ഒരാൾ LGBT ഒരു അംഗം, അല്ലെ, ക്യൂറിൽ ഒരു അംഗം. അപ്പൊ അവർ തമ്മിൽ അവിടെ ഒരു വാക്തർക്കം ഉണ്ടാകും എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവർക്ക് ഗെയിം പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ അഭിഷേക് ആ ഗെയിനെ കയറ്റി വിടുന്ന ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ കൂടിയാണ്. അഭിഷേകിനെ വളരെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനോടെ കയറ്റി, അതിന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അഭിഷേക് ആ ഗെയിനെ അതിനകത്തോട്ട് കയറ്റി വിടുന്നത്. വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. അപ്പോൾ നന്ദന എന്ത് ഗെയിം പ്ലാൻ കൂടെയാണ് അവർ കയറ്റി വിടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും അവരുടെ പ്ലാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നെങ്കിൽ കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ജയ്.